സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത് അഴിച്ചുവെച്ച വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് വാടനപ്പള്ളി UDF പ്രതിഷേധം നടത്തി. ഇവിടെ കോൺഗ്രസിന്റെ എന്ത് കണ്ടാലും പീതാംബരൻ എടുത്ത് കളയും. അത് പീതാംബരന് ഒരു രാഷ്ട്രീയ മാനസിക രോഗമുണ്ട്. ആ മാനസിക രോഗമൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ചികിത്സിക്കണമെങ്കിൽ നല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം, നമുക്ക് ചികിത്സിക്കാം. പൊളിറ്റിക്കൽ മാനസിക രോഗം ചികിത്സിക്കാൻ ഡോക്ടർ ഉണ്ടല്ലോ, അവിടെ കൊണ്ട് ഇവിടെ വലുപ്പമില്ലത്. UDF വെച്ച ബോർഡ് ഇദ്ദേഹം എടുത്ത് മാറ്റി. തദ്ദേശ വകുപ്പിന്റെ മെയ് മാസം കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗവൺമെന്റ് വരുമ്പോൾ പീതാംബരന് റിവാർഡ് തരും, അവാർഡ് തരും. ഇദ്ദേഹത്തിന് ആ സമയത്തോടെ ബോർഡുകൾ ഉണ്ടായിരുന്നു. മാസങ്ങളായി LDFന്റെ ഫ്ലക്സ് ബോർഡ് പ്രസ്തുത സ്ഥലത്തിരുന്നിട്ടും ഒരു നടപടിയും എടുക്കാത്ത പഞ്ചായത്ത് സെക്രട്ടറി UDF സ്ഥാനാർത്ഥിയുടെ ബോർഡ് എടുത്തുമാറ്റിയതാണ് വിവാദത്തിനിടയാക്കിയത്. UDF സ്ഥാനാർത്ഥിയുടെ ബോർഡിന് താഴെയും ചുറ്റുമായി LDFന്റെ ചിഹ്നം ഒട്ടിച്ചത് നീക്കാതെ UDFന്റെ ബോർഡ് മാത്രം നീക്കിയതാണ് UDF പ്രവർത്തകരെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. സംഭവം അറിഞ്ഞ വാടനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SIയും CIയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. തുടർന്ന് CIയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തെ ബോർഡ് മാറ്റേണ്ടെന്നും അഴിച്ചുമാറ്റിയ ബോർഡുകൾ തൽസ്ഥാനത്ത് പുനഃസ്ഥാപിച്ച് നൽകണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിച്ചു. സംഭവം അറിഞ്ഞെത്തിയ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PM ഷെരീഫ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ, KV സിജിത്ത്, സിദ്ദിഖുൽ അക്ബർ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഏകപക്ഷീയ നിലപാടിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ വാടനപ്പള്ളി സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. 4 ദിവസം മുമ്പാണ് സർക്കാരിൻ്റെ ഒരു സ്ഥലത്തുമില്ലാതെ സ്വകാര്യ വ്യക്തിയുടെ SB കുഞ്ഞോവിൻ്റെ മകൻ ശ്രീ ഹുസൈൻ്റെ സമ്മതത്തോടുകൂടി ബോർഡ് വെച്ചു. ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി രാവിലെ വന്ന് അത് അനധികൃതമാണ് എന്ന് പറഞ്ഞ് അഴിച്ചു മാറ്റി. ഇതറിഞ്ഞ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ UDF നേതാക്കൾ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയായി പാർട്ടി നിർദ്ദേശിച്ച ശ്രീ TN പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകൾ വരികയും പഞ്ചായത്ത് സെക്രട്ടറിയുമായി സംസാരിച്ച് പോലീസ് വരികയും പഞ്ചായത്ത് സെക്രട്ടറി അനധികൃതമാണ്, 45 വർഷമായുള്ള ഈ ബിൽഡിങ്ങിൽ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ബോർഡ് KC പ്രസാദിൻ്റെ ബോർഡ് ഇന്നലെയാണ് പഞ്ചായത്ത് മെമ്പറായ ശ്രീ ഷാജി ഞങ്ങളുടെ പ്രവർത്തകരെ അഴിച്ചു മാറ്റി. അവിടെയാണ് പ്രതാപൻ്റെ ബോർഡ് വെച്ചത്. തികച്ചും രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്ന വാടാനപ്പള്ളിക്കാരനായ CPM യൂണിയനിൽപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി ഇന്ന് ആരോടും ചോദിക്കാതെ അഴിച്ചു മാറ്റി. ഇത് വലിയ ശക്തമായ പ്രതിഷേധമുണ്ടായി. ശ്രീ പ്രതാപനും ഞങ്ങളുടെ പഞ്ചായത്ത് സുബൈദാമ ഉൾപ്പെടെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ എല്ലാ നേതാക്കളും എത്തിച്ചേർന്നു. സെക്രട്ടറിയെ ഗുരാമ ചെയ്തു. പോലീസ് വന്നു, പോലീസിന് ബോധ്യപ്പെട്ടു. അപ്പോൾ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് അഴിപ്പിച്ച അവരെ കൊണ്ട് തന്നെ ഈ ബോർഡ് കെട്ടുകയാണ്. തികച്ചും ജനാധിപത്യ ധ്വംസനം നടത്തിയ ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ UDF ആലോചിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷണർ റൂൾസ് വന്നാൽ ഇദ്ദേഹത്തെ വെച്ച് ഇവിടെ ഇലക്ഷൻ നടത്തിയാൽ അട്ടിമറിക്കപ്പെടുമെന്ന് പോലും ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട്